ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ കേട്ടിടത്തോളെ ഇവൻ ഒരു വട്ടന. ഇവൻ ചികിത്സിച്ചാലേ വർമ്മയ്ക്ക് ഇത് കൂടാതെ വട്ടുകൂടെ പിടിക്കും. എങ്ങാനും പ്രതാപൻ എഴുന്നേറ്റ് വരൂ ആനന്ദപിള്ളേ. ഇയാളെ ഏത് നേരത്തും ധ്യാനത്തിലാണല്ലോ. നിനക്കറിയാമോ, ഈ ഭ്രാന്ത് പിടിച്ചവനെ ഉറങ്ങാറില്ല. ഇവർക്കുറക്കം വരില്ല. മുറിക്കകത്തുനിന്ന് ക്രിക്കറ്റ് ബാറ്റ് എടുത്തോണ്ട് വന്നിട്ടേ ഇയാളുടെ പുറകെ കൂടി ചെന്ന് തോലക്കടിച്ചങ്ങ് വീഴ്ത്തിയാലോ. വന്നപ്പോ അവന്റെ കയ്യിൽ നിന്ന് കിട്ടിയില്ലേ, അതുകൊണ്ട് മതിയായില്ലേ? അതൊക്കെ ഇയാളുടെ ഒരു മാജിക് അല്ലേ അമ്മേ? ഇവനെ ആളൊരു അപകടകാരിയാ. നമുക്ക് വെല്ലുവിളി. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അല്ല, ഞാൻ ബോംബെന്നെ ആ രമേശ് കുൽക്കർണി അഷ്റഫ് മസ്താനെയും വിളിക്കട്ടെ. ഒന്ന് പോടാ അവിടുന്ന്. നിങ്ങൾ വന്നാ രാധമേ, ആ മക്കള് വന്നു. എന്റെ ചേട്ടന് അംബികയുടെ പി ആയത് കാരണം ഇവക്ക് എന്നോട് അത്ര പിടുത്തം കാണില്ല. ചേച്ചി, ആ അച്ഛാ, ഒരു സന്തോഷമുണ്ട്. അത് പറയാനും ചില കാര്യങ്ങള് അച്ഛനിൽ നിന്നും അറിയാനാ ഞങ്ങൾ വന്നത്. എന്താടാ? ഋതുവിന്റെ അപ്പൂപ്പൻ മഹാദേവവർമ്മ സാറിന് ഒരു ചേട്ടനുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. രാജശേഖരവർമ്മ അദ്ദേഹം. ഞാൻ 1-2 തവണ ഒരു മിന്നായം പോലെ കണ്ടിട്ടുള്ളൂ. വലിയ പണ്ഡിതനായിരുന്നു. അച്ഛാ, ഈ രാജശേഖരവർമ്മയ്ക്ക് ഒരു മകനുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഒരു ഡോക്ടർ ദേവദത്തൻ. അദ്ദേഹം ഒരു ഡോക്ടറൊന്നുമല്ല, ഒത്തിരി ഡിഗ്രികളുണ്ട്. പല യൂണിവേഴ്സിറ്റികളിൽ നിന്നും പല PhD അദ്ദേഹം എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ഡോക്ടറേറ്റുകളും എടുത്തിട്ടുണ്ട്. ഒരിക്കൽ അദ്ദേഹം യക്ഷികളെയും പിശാചുക്കളെയും തളയ്ക്കാൻ കേരളത്തിലെ കാവുകൾ തോറും അലയുന്നുണ്ടായിരുന്നു. വട്ടാണെന്നും പറഞ്ഞ് നാട്ടുകാരെ ആക്ഷേപിക്കായിരുന്നു. പക്ഷെ ആള് വലിയ ജീനിയസാ. പണ്ട് അമേരിക്കയിലും കണ്ടു പോയതാ. ഇപ്പോ ജീവിച്ചിരിപ്പുണ്ടോന്നും ഒരു പിടിയില്ല. അങ്കിൾ, എന്നാള് ജീവിച്ചിരിപ്പുണ്ട്. ജീവിച്ചിരിപ്പുണ്ടെന്ന് മാത്രമല്ല, ഡോക്ടർ ദേവദത്തനെ ഇപ്പൊ വർമ്മ സാറിന്റെ അടുത്തുണ്ട്. നീ എന്തൊക്കെയാടായി പറയണേ? സത്യം അങ്കിള് രാജു പറഞ്ഞത്. ദൈവം കൊണ്ടുവന്ന് എത്തിച്ചതുപോലെ അദ്ദേഹം വീട്ടിൽ വന്നിട്ടുണ്ട്. അങ്ങനെ എനിക്കൊരു അമ്മാവും കൂടി ആയി. ഇത് നേരാണോ നിങ്ങൾ ഈ പറയണത്? നേരെ അങ്കിളെ. അച്ഛാ, ഈ പകല് പോലെ സത്യമാണച്ചാ. എന്റെ ദൈവമേ, നിനക്ക് 100,000 നന്ദി. എടേ, ഈ വന്നിരിക്കുന്നത് ചില്ലറക്കാരനൊന്നുമല്ല. സകല ചികിത്സ അദ്ദേഹത്തിന് അറിയാം.
പ്രാണിക് ഹീലിംഗ്, മറ്റെന്തോ തെറാപ്പി, മർമ്മ ചികിത്സ. ഓ, സന്തോഷായി. അദ്ദേഹം വെള്ളത്തിനടിയില് മാസങ്ങളോളം ശ്വാസമടക്കിയിരിക്കുമായിരുന്നു. ആളുകള് അതിശയോക്തി പറയണതാണോന്നറിയില്ല. ഒരിക്കലും ഒരു മീൻപിടുത്തക്കാരൻ വല വീശി കഴിഞ്ഞപ്പോ വലയെ കുടുങ്ങി ഇങ്ങേര് കരയിൽ വന്നു കേട്ടിട്ടുണ്ട്. അന്ന് മുതല് വെള്ളത്തിൽ സാമിന്ന് അങ്ങേരുടെ വിളിപ്പേര്. ഹോ, ഇതെല്ലാം ദൈവത്തിന്റെ കളി തന്നെ. വർമ്മ സാറിനെ രക്ഷിക്കാൻ ദൈവം വിട്ടതാ ദേവദത്തൻ ഡോക്ടറെ. എന്റെ ദൈവമേ, ആ വർമ്മ സാർ എണീറ്റ് വന്ന എന്റെ ചേട്ടന്റെ പിയെ പണി പോവല്ലോ. അറുകൊല ഭഗവാനോട് പ്രാർത്ഥിക്കാം. മറ്റുള്ളവർക്കിട്ട് വേല വെക്കണമെങ്കിൽ അറുകൊല തന്നെ കനിയണം. എന്റെ അറുകൊല ഭഗവാനെ, ആ ഡോക്ടറെ എങ്ങനെയും തിരിച്ചയക്കണേ. നിനക്ക് ചെത്തുകള്ളും കോഴി പിരിച്ചതും അല്ലേ വഴിപാട്? ഒരു കുടം കള്ളും ഒരു പൂവും കോഴിയും നിനക്ക് ഞാൻ വഴിപാടായിട്ട് തരാമേ. പിന്നെ സിദ്ധവൈദ്യം, ഒറ്റമൂലി, മർമ്മ ചികിത്സ. Damn it! ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. നടന്നാലും അതുകൊണ്ടൊന്നും വർമ്മയുടെ മർമ്മം നേരെയാവാൻ പോകുന്നില്ല. പക്ഷേ ആള് നിസ്സാരക്കാരനൊന്നും അല്ല. ഹ, വലിയ ബുദ്ധിശക്തിയൊക്കെ ഉള്ള ആളാ. നോട്ടം കണ്ടാ പേടി തോന്നും. സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചുപോയി. ഇവൻ ഈ സൂര്യമംഗലത്തെ ആരാന്നാ പറഞ്ഞേ? മഹാദേവവർമ്മയുടെ ചേട്ടന്റെ മോനാ. ഓ, അതായത് പത്മാവതിയുടെ സഹോദരനും പ്രതാപന്റെ അളിയനുമായിട്ട് വരും. അതെ. ഈ ഡോക്ടർ ദേവദത്ത് പണ്ട് സ്വത്തൊന്നും വേണ്ട, പഠിക്കാനുള്ള കാശ് മാത്രം തന്നാ മതിയെന്ന് പറഞ്ഞ് നാടുവിട്ടു പോയതാ. പല രാജ്യങ്ങളിലും കറങ്ങി നടക്കുമായിരുന്നു. ആരോ പറയുന്നത് ഞാനും കേട്ടു. ഇയാള് ഈ വെള്ളത്തിൽ സ്വാമിയെ മറ്റാണ് അല്ലേ? ആ, കായലിലും കടലിലും ഒക്കെ മാസങ്ങളോളം മുങ്ങിക്കിടക്കുന്നാ പറയുന്നേ. പച്ച നുണ. വെള്ളത്തിലൊക്കെ മുങ്ങിക്കിടന്നാലേ ഇവൻ ശ്വാസം കിട്ടാൻ ചത്തുപോകൂലേ. ഇവൻ ഈ വെള്ളത്തിൽ സ്വാമി എന്നറിയപ്പെടുന്നതേ നല്ല വെള്ളമടിച്ച് നടക്കുന്നോണ്ടായിരിക്കും. ഞാൻ കേട്ടിടത്തോളെ ഇവൻ ഒരു വട്ടന. ഇവൻ ചികിത്സിച്ചാലേ വർമ്മയ്ക്ക് ഇത് കൂടാതെ വട്ടുകൂടെ പിടിക്കും. എങ്ങാനും പ്രതാപൻ എഴുന്നേറ്റ് വരൂ ആനന്ദപിള്ളേ. അകലെ